ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഇല്ലൻഡ്. ആൽഡ്രിൻ തമ്പാൻ, ശ്രീരംഗ് ഷൈൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീജിത്ത് ലാൽ രചനയും സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് ഇല്ലൻഡ്. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് ഫാർ. പ്രവീൺ പീറ്റർ രചനയും സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് ഫാർ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ഗാർഡിയൻ ഏഞ്ചൽ. ജോൺ അലക്സാണ്ടർ, ശോഭിക ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സർജൻ സാജു എസ് ദാസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഗാർഡിയൻ ഏഞ്ചൽ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദേശ്പാണ്ഡെ. മാധുരി ദീക്ഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേഷ് കുക്നൂർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസ് ആണ് ദേശ്പാണ്ഡെ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 19 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. റിയാൻ ജോൺസൺ രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് ഒരു മലയാളം മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് നേടിയിരിക്കുന്നത്. നവംബർ 28 ഈ മൂവി OTT റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മെരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഇന്നസെന്റ്. ഇതിന്റെ OTT റൈറ്റ്സ് മനോരമ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് കാന്ത. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി സെൽവമണി സെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ത്രില്ലർ ചിത്രമാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡിസംബർ പകുതിയോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രൈവറ്റ്. ഇന്ദ്രൻസ്, മീനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപക് ഡിയോൺ സംവിധാനം ചെയ്തൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് പ്രൈവറ്റ്. മനോരമ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു മലയാളം മൂവിയാണ് ഷെയ്ഡ്സ് ഓഫ് ലവ്. നിയാസ് ബക്കർ, കുമാർ സുനിൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നടരാജൻ പട്ടാമ്പി, റഷീദ് അഹമ്മദ്, ജംഷീർ മുഹമ്മദ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തൊരു ആന്തോളജി ഫിലിമാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. മനോരമ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടെ ഈ മൂവി OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു മലയാളം മൂവിയാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസ് ആണ് ഇറ്റ് വെൽക്കം ടു ഡെറി എപ്പിസോഡ് 5. നവംബർ 23 HBO മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് സിംഗിൾ പപ്പ. ഒരു ഫാമിലി കോമഡി സീരീസ് ആണ് സിംഗിൾ പപ്പ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് DS ഇറെ. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറെ. ജിയോ ഹോട്ട്സ്റ്റാർ ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നും അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് ഏകാഗി. ആശിഷ് ചഞ്ചലാനി സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഹൊറർ സീരീസ് ആണ് ഏകാഗി. ഈ സീരീസ് യൂട്യൂബിലൂടെ നവംബർ 27 മുതൽ ലഭ്യമാകും. അടുത്തൊരു ചൈനീസ് സീരീസ് ആണ് ഹാഡ് നോട്ട് സീൻ ദ സൺ. ഒരു മിസ്റ്ററി റൊമാൻസ് വിത്ത് ഡ്രാമ ക്രൈം ആൻഡ് ത്രില്ലർ മൂവിയാണ് ഹാഡ് ഐ നോട്ട് സീൻ ദ സൺ. 2 ഭാഗങ്ങളായിട്ടാണ് ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നവംബർ 13 സെക്കൻഡ് പാർട്ട് ഡിസംബർ 11 ഈ സീരീസ് റിലീസ് ചെയ്യുന്നത്. തമിഴ് വെബ് സീരീസ് ആണ് നടു സെന്റർ. ഒരു സ്പോർട്സ് ഡ്രാമ വെബ് സീരീസ് ആണ് നടു സെന്റർ. സൂര്യ SK, സൂര്യ വിജയ് സേതുപതി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ആസ്ടെക് ബാറ്റ്മാൻ. ഒരു അഡൾട്ട് ആനിമേറ്റഡ് ആക്ഷൻ അഡ്വഞ്ചർ ഹിസ്റ്റോറിക്കൽ സൂപ്പർ ഹീറോ ചിത്രമാണ് ആസ്ടെക് ബാറ്റ്മാൻ. നവംബർ 23 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് റിയൽ കാശ്മീർ ഫുട്ബോൾ ക്ലബ്. മുഹമ്മദ് സീഷാൻ, അയൂബ്, മാനവ് കോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഒരു നടൻ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസംബർ 9 മുതൽ സോണി ലിവിലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും. ഒരു തമിഴ് മൂവിയാണ് സ്റ്റീഫൻ. ഗോമതി ശങ്കർ, സ്മൃതി വെങ്കട്ട്
എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് സ്റ്റീഫൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 5 മുതൽ ഈ മൂവി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. രാഹുൽ രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 11 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലീഷ് മൂവിയാണ് ദ ബ്ലേഡ് കട്ട്സ് ഡീപ്പർ. ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ദ ബ്ലേഡ് കട്ട്സ് ഡീപ്പർ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് വെബ് സീരീസ് ആണ് ധൂൾപറ്റ് പോലീസ് സ്റ്റേഷൻ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ വെബ് സീരീസ് ആണ് ധൂൾപറ്റ് പോലീസ് സ്റ്റേഷൻ. ആഹാ OTT പ്ലാറ്റ്ഫോം വഴി ഡിസംബർ 5 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് കർമ്മണ്യ വാദികാസ്തി. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ മൂവിയാണ് കർമ്മണ്യ വാദികാസ്തി. ഒരു നടൻ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സൺനെക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർക്കാർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTT റിലീസ് ചെയ്യുന്നത്.